തല ചുറ്റണ പോൽ പണി ചുറ്റുമൊരുങ്ങുമ്പോൾ നിലത്തെത്തിയ പമ്പരമായി തിരിയുന്നൊരു തൊന്നരവേ. സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം നമ്മൾ മറ്റൊരു കാര്യം കൂടെ ലിസണേഴ്സിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. കഥ പറഞ്ഞു കൊടുക്കാം അതിഥി റെഡിയാണെങ്കിൽ. അത് എനിക്ക് അനുവാദം ഉണ്ടോ എന്നാലും എന്താണ് നമ്മൾ ആ ടീസർ ട്രെയിലർ ഒക്കെ കാണുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ചു വരുന്ന വീട്ടിലേക്ക് അൽമാര കൊണ്ടുവരുന്നു അല്ലേ? എന്നിട്ട് അതാണ് ചോദ്യം. തിയേറ്ററിൽ പോയി കണ്ടിട്ട് എന്നോട് പറയും. അതിന്റെ ഡീറ്റെയിൽസ് പറ. ഈ അലമാര എന്ന് പറയുന്ന മൂവി അതിഥിയുടെ ഫസ്റ്റ് മൂവിയാണ്. അതെ, ഫസ്റ്റ് മൂവിയാണ്. ഹീറോയിൻ ആയിട്ട് എന്റെ ആദ്യത്തെ മൂവിയാണ് അലമാര. അതിനു മുന്നേ എനിക്കറിയാം. ഞാൻ പറയാം, കറയും കോട്ടൺ. വെയിറ്റ് എന്താ മുണ്ടും കോട്ടൺ കറയും കോട്ടൺ അല്ലേ? അല്ല, അത് ആക്ച്വലി ഞാൻ കേട്ടോണ്ടിരുന്നത് കറയും കോട്ടൺ എന്നാണ്. പിന്നെ മനസ്സിലാക്കി എടുത്തതാ. അതിൽ അതിഥിയെ ഡബ് ചെയ്തേ? അല്ലല്ല, അതും ഞാനല്ല ഡബ് ചെയ്തത്. അതിഥിയാണ് ഞാനാണ്, പക്ഷെ ഡബ് ചെയ്തത് ഞാനല്ല. അതാണ് കറയും കോട്ടൺ ആയി പോയത്. ചെന്നൈയിലുള്ള ഏതോ ഒരു കുട്ടിയായിരുന്നു. ഓക്കെ, ഇനി ബാക്കി വിശേഷം പറ. സിനിമയിൽ ആദ്യമായിട്ടാണ് നായികയാവുന്നത്, അല്ലാണ്ട് സിനിമയിൽ സൈഡ് റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്? ഉണ്ട്. സൈഡ് റോളായിട്ട് ഞാൻ വന്നത് എന്റെ ഫസ്റ്റ് മൂവി ആംഗ്രി ബേബീസ് ആണ്. സജി സുരേന്ദ്രൻ സാർ ഡയറക്ട് ചെയ്ത മൂവി. അതിൽ അനൂപ് മേനോൻ സാറും ഭാവചേച്ചിയായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. അതിൽ ഞാൻ അനൂപ് സാറിന്റെ ഫ്രണ്ട് ആയിട്ടാണ് ചെയ്തത്. അതാണ് ആദ്യത്തെ മൂവി. ആദ്യമായി ഞാൻ സ്ക്രീനിൽ വരുന്നത് ആ മൂവിയിലൂടെയാണ്. അപ്പൊ പേടിയുണ്ടായിരുന്നു? അപ്പോ കുറച്ച് പേടിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പനമ്പിള്ളി നഗറില് അതിഥി താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിലാണ്. അവിടേക്ക് ഏതെങ്കിലും മറ്റൊരു അതിഥി വരികയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ അലങ്കോലമായി കിടക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ എടുത്ത് നമ്മള് ഈ അലമാരയുടെ അകത്ത് തന്നെയല്ലേ വെച്ച് പൂട്ടുന്നത്? അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ അങ്ങനെ അതിഥികൾ അധികം കടത്താറില്ല. സെക്യൂരിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഗേൾസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബോയ്സിന് വരാൻ പാടില്ല. ഫാമിലി ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ അത് പെർമിഷൻ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് അലമാരയുടെ അകത്ത് കയറ്റാൻ സാധനമൊന്നും. അതുകൊണ്ട് നല്ല വൃത്തിയാണ് ഫ്ലാറ്റ്. കാരണം ആരും വരില്ല ഉള്ളതുകൊണ്ട്. ഈ സിനിമ ഇനി നമുക്ക് ആ അലമാര വിട്ടിട്ട് ഒറിജിനൽ അലമാര. ഈ ഒറിജിനൽ സിനിമയിൽ അലമാരയില് സണ്ണി വെയിൻ ഉണ്ട്, അജു വർഗീസ് ഉണ്ട്. എങ്ങനെയുണ്ട് ഇവരുടെ ഒരു മൊത്തത്തിലൊരു? അവരെ നിങ്ങൾക്ക് മുൻപ് പരിചയമുള്ളതല്ലേ? അവരുടെ അതേ ഒരു എന്താ പറയാ, ഫുൾ ഫൺ ആണ് എല്ലാം. എനിക്ക് ആ സെറ്റ് മുഴുവൻ എന്തായിരുന്നു, ഭയങ്കര ഫൺ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അജു ചേട്ടൻ, സൈജു ചേട്ടൻ, സുധീകോപ്പ, സുധിച്ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാവരും എന്താ പറയാ, ഇറ്റ് വാസ് ലൈക്ക് എ ഫാമിലി. അങ്ങനെയായിരുന്നു എനിക്ക് ആ സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഫീല്. സോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ടൊക്കെ ഞാൻ ചെയ്തത്. എനിക്ക് സിനിമ ഷൂട്ട് ചെയ്യാന്നുള്ള ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ പാട്ടും പാടിയൊക്കെ കറങ്ങി നടന്നത്. അതിലൊരു ഡയലോഗ് പറഞ്ഞേ, സിനിമയിലെ ഒരു ഡയലോഗ്. ഞങ്ങൾക്ക് സിനിമ കാണാൻ ചെന്നിരിക്കുമ്പോൾ അയ്യോ ഇത് നമുക്ക് റേഡിയോ ബാങ്കിലൂടെ പറഞ്ഞു തന്നത് അതിഥി എന്ന് നമുക്ക് പ്രൗഡായിട്ട് ട്രെയിലറിലുള്ള അരുണേട്ട അലമാര കൊണ്ടുവരും. ഈ ഫീൽ അല്ല, എന്നാ ഫീലിൽ പറ. ഞങ്ങൾ ക്യാമറ റോളിംഗ് വേണോ? ഞാൻ വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് സണ്ണി വെയിൻ ഓക്കെ. അപ്പൊ സണ്ണി വെയിൻ ഉറങ്ങുകയാണ്. അതെ, അരുണേട്ടാന്നുള്ള നിമിഷേട്ടാന്നാക്കിക്കോ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. നിമിഷേട്ടാന്ന് വിളിക്കണം. നിമിഷേട്ടാ വിളിച്ചോ? നിമിഷേട്ടാ എന്തോ? അതെ, അലമാര എപ്പോ കൊണ്ടുവരും? ഒടുക്കത്തൊരു അലമാര എന്ന് പറഞ്ഞാൽ അലമാര ഈ കുട്ടിക്ക് ഇറങ്ങി അലമാരക്ക് കൈവശം തന്നിട്ടുണ്ടോ? അല്ല, അതിനകത്ത് സജീവൻ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഇതൊരു അലമാരല്ലേ, പൂജ അമ്പലമൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ കൊണ്ടുവന്ന അലമാര ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത്. സണ്ണിയുടെ അലമാരാണെങ്കിൽ അങ്ങനെ പറയില്ല. മഞ്ജുവിന്റെ ഒക്കെ വോയിസ് എന്ത് വോയിസാ മഞ്ജു? അതിഥിയുടെ വോയിസ് കേട്ടില്ലേ? അതിഥി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. അതിഥിയുടെ വോയിസ് കേട്ടിട്ടില്ല, കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ വോയിസ് അത്ര നല്ലതാണോ? അത്രയ്ക്ക് നല്ലതാ അതിഥി? ആണോ? നിങ്ങളാണത് പറയുന്നത്. ഏതൊക്കെ മഞ്ജുവിന്റെ മുഖത്ത് കുശുമ്പ് വരുന്നുണ്ട്. നിമിഷ പറഞ്ഞു തരുന്നത്, നേരത്തെ ഇവിടെ ഇന്റർവ്യൂ വന്നിരുന്നു എങ്കിൽ ഒരു പക്ഷെ ഈ സിനിമയിൽ അതിഥിക്ക് തന്നെ ഡബ് ചെയ്യാമായിരുന്നില്ലേ? ഓ അങ്ങനെ. എനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയില്ല സിനിമയിൽ. ഞാൻ വിചാരിച്ചത് എന്റെ വോയിസ് വളരെ മോശമാണ് എന്ന്, അതുകൊണ്ടാണ് ഞാൻ ഡബ് ചെയ്യാതിരുന്നത്. അപ്പൊ അതിഥിയുടെ വോയിസിനെ കുറിച്ച് ഭയങ്കര സൂപ്പർബാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് മഞ്ജു നിമിഷോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലരും, പക്ഷെ ഞാനത് ചുമ്മാ സന്തോഷത്തിൽ വാങ്ങും പാരയാ. തല ചുറ്റണ് കഴിഞ്ഞോ?